ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇവളിതാ കുളിച്ചിട്ടൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുന്നതാണ്. ഞാൻ വിളിച്ചതായിരുന്നു ഉറക്കത്തുനിന്ന്. ഉറങ്ങി എണീച്ചതിന് ശേഷം ഒക്കെ ഇതാ ഡ്രസ്സൊക്കെ ഇട്ടു, റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിവക്ക് കൺമഷി ഇടുന്നത് കുറവാണ്, ഇടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ ഇടാറില്ല. ചില ദിവസം ഞാൻ ഇങ്ങനെ ഇടും. അപ്പം ഇന്ന് അമ്മ പറഞ്ഞു കൺമഷി ഇടാതെ ഓളെ കണ്ണെന്തോ ബോറുണ്ട്, അതുകൊണ്ട് ഇട്ടതാണ്. പക്ഷെ ഓളത് ഫുള്ള് തേച്ച് വെച്ചു. ഈ റൂം എന്തോ ആദ്യമായിട്ട് കാണുന്ന പോലെ ഓളിങ്ങനെ നോക്കുന്നുണ്ട് ഫുള്ള്, എന്താണെന്നറിയില്ല. പിന്നെ ചേച്ചിയും പിള്ളേരും ഒക്കെ വന്നു. അപ്പോൾ അവരോടാണ് ഓളിങ്ങനെ ചിരിക്കുന്നത്. ഇവളിപ്പോൾ ഇങ്ങനെ പരിചയമുള്ളവരോട് മാത്രമാണ് കൂടുതലും ചിരിയൊക്കെ ഉള്ളത്. അല്ലാത്തവരെ കണ്ടാൽ വെറുതെ ഇങ്ങനെ ഇരിക്കും, ചിരിയൊന്നുമില്ല. പിന്നെ ഇത് കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നു, കുറച്ച് റീൽസൊക്കെ എടുത്തു. അപ്പോൾ ഇവളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങി വീട്ടിൽ നിന്ന്, നല്ല കാറ്റൊക്കെ ഉണ്ട്, ജസ്റ്റ് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചു. ഇവളിന്ന് അത്ര മൂഡിലില്ല ഗൈസ്, കാരണം അവളെ ഞാൻ ഉറക്കത്തുനിന്ന് എണീപ്പിച്ചതാണ്. കുറേ സമയം ഉറങ്ങുന്നുണ്ടായി, അപ്പോൾ നമുക്ക് ശരിയാവുന്നില്ല അവളങ്ങനെ കുറേ സമയം ഉറങ്ങുമ്പോൾ. അതുകൊണ്ട് ഞാൻ എണീപ്പിച്ചതാണ്. കാരണം അവള് ഇന്നലെ രാത്രി 1:30 എണീച്ച ആള് 3:30 വരെ ഞങ്ങളെ ഉറക്കം കളഞ്ഞതായിരുന്നു അല്ലേ. ഇപ്പം ആള് ഫുള്ള് ബിസിയാണ്. ഓളെ ഡ്രസ്സും പിന്നെ എൻ്റെ മാലയും ഒക്കെ നോക്കിയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഒരു ലോറി പോകുന്നത് കണ്ടു, അപ്പോൾ അത് ഇവളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് നടന്നു. ലോറിനെ നോക്കുന്നത് കണ്ടോ. ഫസ്റ്റ് ടൈമാണ് അതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഇവിടെ നാളെ ഒരു കല്യാണം ഉണ്ട് ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവള് ഏടുന്ന് ഈ സൗണ്ട് എന്ന് നോക്കുന്നുള്ളത്. അവൾ തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നുണ്ട്. അവളിതാ ഫുള്ള് നോക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ ഒക്കെ ഇങ്ങനെ ഉറക്കം വരുന്നത് കണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ തിന്നുമ്പോൾ അവൾ നോക്കുന്നുണ്ടായി. അവളെന്ത് നമ്മൾ തിന്നുന്നുണ്ടെങ്കിൽ അവൾ നോക്കും. പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ കൊടുക്കും. ഇത് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്നലെ ഇവിടെ മുമ്പിലത്തെ വീട്ടിലത്തെ ആൻറ്റി ക്വാർട്ടേഴ്സ് കെട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഇന്നലെ അവിടെ ഒരു ഹോമം ഉണ്ടായിരുന്നു. ഞാനും പോയിട്ടാ ഇവളും പോയിട്ടാ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ക്വാർട്ടേഴ്സ് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാ പോകുന്നുണ്ട്. അപ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്ത് പട്ടി ഉണ്ടായി. അപ്പോൾ ഓൾ അതിനെ നോക്കുന്നുണ്ടായത്. എന്നിട്ട് നമ്മൾ അവിടെ പശു ഉണ്ടായി, കുട്ടി പശു ഉണ്ടായി. അപ്പോൾ അതിനെ നോക്കാൻ ക്വാർട്ടേഴ്സിൽ പോയിട്ട് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി. അപ്പോൾ ഇതാണ് ക്വാർട്ടേഴ്സ്. 2 റൂംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും നല്ല രസമായിരുന്നു കാണാൻ. 2 ബെഡ്റൂമും പിന്നെ 1 അറ്റാച്ച്ഡ് ബാത്റൂമും നോർമൽ ബാത്റൂമും ഒക്കെ ഉണ്ടായിരുന്നു. കിച്ചണൊക്കെ അടിപൊളി സെറ്റപ്പായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ആലയിലോട്ട് പോയി. ആലയിൽ അപ്പോൾ നേരത്തെ ഉണ്ടായ ആ കുട്ടി പശു അവിടെ ഉണ്ടായിട്ടാണ് ഉള്ളിലുണ്ടായി പാൽ കുടിക്കുന്നുണ്ടായി അത്. അപ്പോൾ ഇവളിങ്ങനെ പശുവിനെ നോക്കുന്നുണ്ടായി. അവിടുന്ന് പശു നമ്മളെയും ഇങ്ങനെ തുറിച്ച് നോക്കുന്ന പോലെ ഉണ്ടായി. അപ്പോൾ അത് കെട്ടിയിട്ടതുകൊണ്ട് അതൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ കുറേ സമയം അവിടെ ഇങ്ങനെ നിന്നു. ഓളും കുറേ സമയം അതിനെ തന്നെ നോക്കുന്നുണ്ടായി. കുഞ്ഞി പശുവിനെയും നോക്കുന്നുണ്ടായി, മറ്റേ പശുവിനെയും. പിന്നെ അവിടെ ഓട്ടോൻ്റെ സൗണ്ട് കേട്ടിട്ട് അതിനെയും തിരിച്ച് നോക്കുന്നുണ്ടായി. ഈ പശു അങ്ങനെ നമ്മളിങ്ങനെ തുറച്ച് നോക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കിയാരെയും അതിനെങ്ങനെ നോക്കുന്നുണ്ടായി കുറേ സമയം. പിന്നെ കുട്ടനായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓനും അതിനെങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ എന്തൊക്കെയോ ആക്ഷൻസ് കാണിക്കുമ്പോൾ അത് തിരിച്ചും നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് പോലെ തോന്നിയിട്ട് നമ്മൾ മെല്ലെ അവിടുന്ന് എസ്കേപ്പായി ഗൈസ്. പിന്നെ നമ്മൾ അവിടുന്ന് കോഫി പിന്നെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ എന്തോ സീരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായി. പിന്നെയാണ് വീട്ടിലെത്തിയ പാടാണ് മനസ്സിലായത് അവിടെ പാമ്പ് ഉണ്ടായതാണ് ഗൈസ്. പാമ്പ് ഇങ്ങനെ തവളേനെ പിടിച്ചിട്ടുണ്ടായത്. തവള ചത്തെന്ന് തോന്നുന്നു. തവള ഇങ്ങനെ
തവളേനെ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ടായി. അത് ചത്തിട്ടുണ്ടാവും തോന്നുന്നു. പിന്നെ അടുത്തേക്ക് ഇത്ര ദിവസം ഉണ്ടാവാതെ എവിടുന്നോ വന്നൊരു പൂച്ചയും, അത് അതിനെങ്ങനെ മനസ്സിലായി എന്നറിയില്ല. എവിടുന്നോ അതിങ്ങനെ വന്നു. കുറച്ച് സമയം ആ പാമ്പിനെയും തവളേനെയും നോക്കിയിട്ട് ആ പൂച്ച തിരിച്ചു പോയി. കുറേ സമയം ഇങ്ങനെ നോക്കി എന്നിട്ട് തിരിച്ചു പോയി. കിയാരെയും പാമ്പിനെ ഇങ്ങനെ നോക്കുന്നുണ്ടേ. അത് പാമ്പ് എന്നറിയില്ല, എന്നാലും അവളെന്തോ ഇങ്ങനെ അവിടെ അനങ്ങുന്നത് കണ്ടിട്ട് കുറേ സമയം അതിനെയും നോക്കുന്നുണ്ടായി. പിന്നെ നമ്മളെ ക്വാർട്ടേഴ്സിൻ്റെ മുകളിൽ കുറേ സമയം നിന്നു. കുറേ ആയി അടക്കൊന്ന് പോയിട്ട്. ഞാനും കുഞ്ഞും കീത്തും ഉണ്ടായി, പിന്നെ ചേച്ചിൻ്റെ മോനും ഉണ്ടായി. ഓനിങ്ങനെ അവിടെ എന്തെല്ലോ കളിക്കുന്നുണ്ടായി. പിന്നെ ഇവിടെ നിന്നാൽ അത് ആ ഗ്രൗണ്ട് നേരെ കാണാൻ പറ്റും. അപ്പോൾ ആ പശുവിനെല്ലാം ഓളിങ്ങനെ നോക്കുന്നുണ്ടായി. തിരിഞ്ഞും പറഞ്ഞു ആ ബൈക്ക് നോക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ മാങ്ങ കാണാം. മൊബൈലിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നേരിട്ടിട്ട് നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലെത്തി. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.